കൃപാസനം അഖണ്ഡ ജപമാല മഹാറാലി 2025 ഒക്ടോബർ 25 ശനിയാഴ്ച രാവിലെ പരിശുദ്ധ ദൈവമാതാവിന് തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള രക്ഷയുടെ മഹാജുബലി പ്രത്യാശയുടെ തീർത്ഥയാത്ര കൃപാസനത്തിൻ്റെ എതിർവശമുള്ള കൃപാസനം മിഷൻ ചർച്ചിൽ നിന്ന് ആരംഭിക്കുന്നു. കൃപാസന സ്ഥാപക ഡയറക്ടർ നയിക്കുന്ന അഖണ്ഡ ജപമാല മഹാറാലി ഒക്ടോബർ 25 രാവിലെ 6 മണിക്ക് ആരംഭിക്കുന്നു. വിശ്വാസ സഹസ്രങ്ങൾ അണിചേരുന്ന അഖണ്ഡ ജപമാല മഹാറാലി കൃപാസനം മിഷൻ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് നാഷണൽ ഹൈവേയുടെ ലെഫ്റ്റ് സൈഡിൽ കൂടി 200 മീറ്റർ മുന്നോട്ട് സഞ്ചരിച്ച് ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൻ്റെ അവിടെ ചെന്ന് വീണ്ടും ലെഫ്റ്റ് ചേർന്ന് പ്രാർത്ഥനയോടെ യാത്ര തുടരും. ജനതയെ അനുഭവിക്കുന്ന സമസ്ത നിയോഗങ്ങളും സങ്കടങ്ങളും രോഗദുരിതങ്ങളും വേദനകളും സമർപ്പിച്ചുകൊണ്ടുള്ള അഖണ്ഡ ജപമാല മഹാറാലി വീണ്ടും റൈറ്റ് തിരിഞ്ഞ് DC മിൽ ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു. DC മിൽ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് സ്വയം പ്രഭ ജംഗ്ഷനിലൂടെ റെയിൽവേ ക്രോസിലേക്ക് എത്തിച്ചേരുന്നു. റെയിൽവേ ക്രോസ് എത്തിച്ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വോളണ്ടിയേഴ്സും പോലീസ് വൃദ്ധകളും നൽകുന്ന നിർദ്ദേശങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. ഇടവും വലവും നോക്കി വേണം റെയിൽവേ ക്രോസ് കടന്നു പോകുവാൻ. റോഡിന് ഇടതുവശത്തിൽ കൂടി തന്നെ ആയിരിക്കണം പ്രാർത്ഥനാപൂർവം റാലിയിൽ പങ്കുചേരേണ്ടത്. കയ്യിൽ ജപമാലയുമേന്തി ജീവിത നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യാശയുടെ തീർത്ഥയാത്ര പെരുമന 4 കൂടിയ കവലയിലൂടെ യാത്ര ചെയ്ത് വാറാൻ കവലയിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് മുന്നോട്ട് 100 മീറ്ററോളം യാത്ര ചെയ്ത് വീണ്ടും ലെഫ്റ്റ് തിരിയുന്നത് കാരിപ്പൊഴി ബീച്ച് റോഡ് ജംഗ്ഷനിലാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ പടിഞ്ഞോട്ട് തീരദേശത്തേക്ക് യാത്രയാകും. താറിട്ട ഇട റോഡിലൂടെ യാത്ര ചെയ്ത് തീരദേശത്തുള്ള കാരിപ്പൊഴി ജംഗ്ഷൻ പടിഞ്ഞാറെ കുരിശടിയിൽ എത്തിച്ചേരും. അഖണ്ഡ ജപമാല മഹാറാലി തീരത്തിൻ്റെ സമാന്തര റോഡുകളിലൂടെ സഞ്ചരിച്ച് തൈൽ സ്റ്റോപ്പ് പടിഞ്ഞാറെ കുരിശടിയിലെത്തി ലെഫ്റ്റ് തിരിഞ്ഞ് കടപ്പുറത്തേക്ക് എത്തിച്ചേരും. കടപ്പുറത്തിന് തീരത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആർക്കും കടലിലിറങ്ങുവാൻ അനുവാദമില്ല. സാധിക്കുന്നവരെല്ലാം കയ്യിൽ കുടയും തൊപ്പിയും വെള്ളവും ലഘുഭക്ഷണവും കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. കടൽ തീരത്തുകൂടി പോകുമ്പോൾ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി ഷൂസും ഹീൽ ചെരുപ്പുകളും ഊരി സൂക്ഷിക്കുന്നതിനായി ഒരു കിറ്റ് കയ്യിലുണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. 60 വയസ്സിന് മുകളിലുള്ളവർ റാലിയിൽ പങ്കെടുക്കേണ്ടതില്ല. ഹാർട്ട് രോഗികളോ ഗുരുതരമായ മറ്റ് രോഗങ്ങളുള്ളവരോ ശാരീരിക വൈകല്യങ്ങളുള്ളവരോ നിർബന്ധമായും റാലിയിൽ പങ്കെടുക്കരുത്. അവരന്നേ ദിവസം സ്വന്തം ഭവനത്തിലായിരുന്നു കൊണ്ട് ജപമാല കയ്യിലേന്തി പ്രാർത്ഥനയോടുകൂടി മനസ്സുകൊണ്ട് ആത്മാവ് കൊണ്ട് കൃപാസനം അഖണ്ഡ ജപമാല മഹാറാലിയോട് ഐക്യദാർഢ്യം പുലർത്തി പ്രാർത്ഥനയിൽ ആയിരിക്കുന്നത് ഏറെ ശ്രേഷ്ഠകരമായിരുന്നു. വിശാലമായ തീരത്തുകൂടി ജപമാല മഹാറാലി എത്തിച്ചേരുന്നത് മാരാരിക്കുളം ബീച്ച് ജംഗ്ഷനിലാണ്. മാരാരിക്കുളം ബീച്ചിൽ വെച്ചാണ് കൃപാസനം അഖണ്ഡ ജപമാല മഹാറാലി 2025 അഭിവന്ദ്യ ആലപ്പുഴ രൂപതാധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ പിതാവ് ഉദ്ഘാടനം ചെയ്യും. കൃപാസനം പ്രത്യക്ഷിക്കുന്ന സന്നിധാനത്തിൽ നിന്ന് തീരത്തെയും തീരജനതയെയും ആശീർവദിച്ചുകൊണ്ട് കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധ ദൈവമാതാവ് തീരത്തിൻ്റെ സമാന്തര റോഡുകളിലൂടെയും തീരപ്രദേശങ്ങളിലൂടെയും കടപ്പുറത്തിൻ്റെ ധാരാളമായ ആവശ്യങ്ങളെയും ജനതയെയും ആശീർവദിച്ചുകൊണ്ട് യാത്ര തുടരുന്നു. ഈ യാത്രയിൽ പങ്കെടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കൃപാസനം അംഗീകരിച്ചിട്ടുള്ള റൂട്ടുകളിലൂടെ മാത്രമേ ജപമാല റാലി നയിക്കപ്പെടാവൂ. അതുപോലെ തന്നെ കൃപാസനം അംഗീകരിക്കാത്ത റൂട്ടുകളിലൂടെ യാത്ര ചെയ്യുന്നത് പോലീസ് നിർദ്ദേശപ്രകാരം നിയമവിരുദ്ധമാണെന്നുള്ളതും പ്രത്യേകം ഓർമ്മിപ്പിക്കും. ലോകസമാധാനത്തിനു വേണ്ടി ജനസഹസ്രങ്ങൾ അണിചേരുന്ന പ്രത്യാശയുടെ തീർത്ഥയാത്ര ആറാട്ടുകുളം
ജനക്ഷേമ തീരദേശ റോഡിലൂടെ മുന്നോട്ട് നീങ്ങുന്നു. നിങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ബോട്ടിൽ, അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുള്ള കവറുകളും പേപ്പറുകളും ഒന്നും വഴിയിൽ വലിച്ചെറിയരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പ്രത്യാശയുടെ തീർത്ഥയാത്ര ജപമാല മഹാറാലിയിൽ പങ്കെടുക്കുന്നവർക്ക് പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഈ ടോയ്ലറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ യാത്രാവേളയിൽ ഏതെങ്കിലും അടിയന്തരമായ ആവശ്യങ്ങളോ ക്ഷീണങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉള്ളവർക്ക് ആംബുലൻസ് സൗകര്യം ഡോക്ടർമാരുടെയും നേഴ്സന്മാരുടെയും സാന്നിധ്യത്തോടു കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. തുടർന്ന് നമ്മൾ എത്തിച്ചേരുന്നത് കാറ്റാടി കോസ്റ്റൽ ജംഗ്ഷൻ. അവിടെ നിന്ന് വീണ്ടും ചെത്തി ഹാർബർ വഴിയിലൂടെ യാത്രയാകുന്നു. എല്ലാ റൂട്ടുകളിലും ട്രെയിൻഡായിട്ടുള്ള വോളണ്ടിയേഴ്സിന്റെയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും വിമുക്ത ഭടന്മാരുടെയും സാന്നിധ്യവും നിയന്ത്രണവും നിർദ്ദേശങ്ങളും ഉണ്ടായിരിക്കും. അവ പാലിക്കുവാൻ ഓരോ വിശ്വാസിയും കടപ്പെട്ടിരിക്കുന്നു. കൃപാസന അഖണ്ഡ ജപമാല മഹാറാലി തീരത്തിന്റെ സമാന്തര റോഡുകളിലൂടെ പരക്കൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നു. പരക്കൽ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് കർണോസ്ട്രിയുടെ സ്വകാര്യ റോഡിലൂടെയാണ് യാത്ര പ്രാർത്ഥനാപൂർവം നയിക്കപ്പെടുന്നത്. ഈ അഖണ്ഡ ജപമാല മഹാറാലി പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ തിരുവഴ കോസ്റ്റൽ ജംഗ്ഷനിലേക്കാണ് എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് വീണ്ടും ക്രിസ്തുരാജ നഗർ ചെന്ന് ഇവിടുന്ന് സ്ലൈറ്റ് ലെഫ്റ്റ് തിരിഞ്ഞ് കടപ്പുറത്തേക്ക് എത്തിച്ചേരുകയാണ്. അതുപോലെ തന്നെ യാത്രാമധ്യേ കുടിവെള്ളവും ആംബുലൻസ് സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട്. വിശാലമായ കടപ്പുറത്തുകൂടെയുള്ള ജപമാല യാത്ര ചേന്ദവലി പൊഴിയിൽ എത്തിച്ചേരുന്നു. ചേന്ദവലി പൊഴി കടന്ന് മുന്നോട്ട് നീങ്ങുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും ആരും കടലിൽ ഇറങ്ങരുത്. ട്രാഫിക്കിന്റെ നിയമങ്ങൾ, പോലീസിന്റെ നിർദ്ദേശങ്ങൾ കൃത്യതയോടെ പാലിക്കേണ്ടതാണ്. ഒരു വേസ്റ്റ് സാധനവും കടലിലേക്കോ കടൽ പ്രദേശത്തേക്കോ വലിച്ചെറിയരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ചേന്ദവലി പൊഴി കടന്ന് നമ്മൾ തീരത്തിന്റെ മണലാരണ്യങ്ങളിലൂടെ യാത്ര ചെയ്ത് എത്തിച്ചേരുന്നത് അർത്തിങ്കൽ സെയിന്റ് ആൻഡ്രൂസ് ബസിലിക്കായുടെ പടിഞ്ഞാറെ കുരിശടിയിലേക്ക്. ലക്ഷങ്ങൾ അണിചേരുന്ന അഖണ്ഡ ജപമാല മഹാറാലി അർത്തിങ്കൽ വെളുത്തച്ഛന്റെ പടിഞ്ഞാറെ കുരിശടിയിൽ നിന്ന് അർത്തിങ്കൽ ബസിലിക്കായിലേക്ക് നയിക്കപ്പെടും. യാത്ര ചെയ്യുവാൻ പ്രയാസമുള്ളവരും വിഷമതകളുള്ളവര് അവർക്ക് അർത്തിങ്കൽ ബസിലിക്കായുടെ പടിഞ്ഞാറെ കുരിശടി സമീപത്ത് വന്ന് റാലിയിൽ അണിചേരാവുന്നതാണ്. കൃപാസനം ഡയറക്ടർ ഡോക്ടർ ഫാദർ വി പി ജോസഫ് വലിയ വീട്ടിൽ നയിക്കുന്ന അഖണ്ഡ ജപമാല മഹാറാലി 2025 രക്ഷയുടെ മഹാജുബലി പ്രത്യാശയുടെ തീർത്ഥയാത്ര അർത്തിങ്കൽ ബസിലിക്ക നഗറിൽ എത്തിച്ചേരുമ്പോൾ ബസിലിക്കായുടെ ഡയറക്ടർ ഡോക്ടർ ഫാദർ യേശുദാസ് കാട്ടുകട്ടയിൽ റാലിക്ക് സ്വീകരണം നൽകും. തുടർന്ന് അഭിവന്ദ്യ ആലപ്പുഴ രൂപതാമെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിപ്പിക്കൽ സമൂഹ ദിവ്യബലി അർപ്പിക്കപ്പെടും. രക്ഷയുടെ മഹാജുബലി സന്ദേശം KCBC അധ്യക്ഷൻ അത്യുന്നത കർദിനാൾ മോറാൻമോർ ബെസേലിയോസ് ക്ലീമീസ് കത്തോലിക്ക ബാവ നിർവഹിച്ചു. തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയും ആശീർവാദവും ഡോക്ടർ ഫാദർ വി പി ജോസഫ് വലിയ വീട്ടിൽ നിർവഹിക്കും. തുടർന്ന് സിറോ മലബാർ ആരാധനക്രമത്തിലുള്ള ദിവ്യബലി അർപ്പണവും സമാപന സന്ദേശവും ന്യൂഡൽഹി ഫരീദാബാദ് മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് ബോസ് റവറൻ ഡോക്ടർ മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര നിർവഹിക്കും. അഖണ്ഡ ജപമാല മഹാറാലിയുടെ സുതാര്യമായ നടത്തിപ്പിന് നേതൃത്വം വഹിക്കുന്നത് കൃപാസന സ്പിരിച്വൽ ആനിമേറ്റർ റവറൻ ഫാദർ അലക്സ് കൊച്ചിക്കാരൻ വീട്ടിലാണ്. ജപമാല മഹാറാലിയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാൻ, രോഗങ്ങളിൽ സൗഖ്യം പ്രാപിക്കാൻ,
ജീവിത ദുരിതങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ നിങ്ങളേവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആമേൻ.